ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും അനുഗ്രഹീതമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന ധ്യാനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നു നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത് പുറപ്പാട് പുസ്തകം 21 അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചന ഭാഗമാണ്. ദൈവത്തിൻ്റെ നീതിയും കരുണയും മനുഷ്യനോടുള്ള സ്നേഹവും നമ്മെ പഠിപ്പിക്കുന്ന ഒരു അതീവ ആഴമുള്ള തിരുവചന ഭാഗമാണിത്. ഈ ധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് ഒരു നിമിഷം ഈ പ്രഭാതത്തിൽ നമ്മുടെ തലകളെ ദൈവ മുൻപാകെ വണങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവായ ഞങ്ങളുടെ കർത്താവേ, ഈ പുതിയ പ്രഭാതം തമ്പുരാനെ ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനായി ഞങ്ങൾ ഈ പ്രഭാതത്തിൽ നിന്നോട് നന്ദി പറയുന്നു. ഇന്നത്തെ തിരുവചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവനായി മാറണമേ. നിന്റെ ശബ്ദം ഞങ്ങൾ കേൾക്കുവാനും നിന്റെ വഴികളിൽ ഞങ്ങൾ നടക്കുവാനും തമ്പുരാനെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ജോലി സ്ഥലങ്ങളെയും ഞങ്ങളുടെ ജോലി മേഖലകളെയും ഞങ്ങളുടെ രോഗാവസ്ഥകളെയും ഞങ്ങളുടെ മാനസിക ഭാരങ്ങളെയും ഞങ്ങൾക്കുള്ള സകലത്തെയും തമ്പുരാനെ നിന്റെ കൈകളിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും കൃപയും സമാധാനവും ആത്മീയ ശക്തിയും തമ്പുരാനെ അനുഗ്രഹവും അവിടുന്ന് പ്രദാനം ചെയ്യണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേൾക്കണം പിതാവേ, ആമേൻ. കർത്താവിലാൽ അനുഗ്രഹീതരെ, ഇപ്പോൾ നമുക്ക് പുറപ്പാട് പുസ്തകം 21 അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചന ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവരുടെ മുൻപാകെ നീ വയ്ക്കേണ്ടുന്ന ന്യായങ്ങളാണിത്. ഒരു എബ്രായ ദാസനെ വിലയ്ക്ക് വാങ്ങിയ 6 സംവത്സരം സേവിച്ചിട്ട് 7-ാം സംവത്സരത്തിൽ അവൻ ഒന്നും കൊടുക്കാതെ സ്വതന്ത്രനായി പോയിക്കൊള്ളട്ടെ. ഏകനായി വന്നു എങ്കിൽ ഏകനായി പോകട്ടെ. അവന് ഭാര്യ ഉണ്ടായിരുന്നു എങ്കിൽ ഭാര്യയും അവനോടു കൂടെ പോകട്ടെ. അവൻ്റെ യജമാനൻ അവൻ്റെ ഭാര്യയെ കൊടുക്കുകയും അവൾ അവന് പുത്രന്മാരെയോ പുത്രിമാരെയോ പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാര്യയും മക്കളും യജമാനനിരിക്കണം. അവൻ ഏകനായി പോകണം. എന്നാൽ ദാസൻ, ഞാൻ എൻ്റെ യജമാനനെയും എൻ്റെ ഭാര്യയെയും മക്കളെയും സ്നേഹിക്കുന്നു, ഞാൻ സ്വതന്ത്രനായി പോകുകയില്ല എന്ന് തീർത്തു പറഞ്ഞാൽ യജമാനൻ അവനെ ദൈവസന്നിധിയിൽ കൂട്ടിക്കൊണ്ടു ചെന്ന് കതകിൻ്റെയോ കട്ടിളക്കാലിൻ്റെയോ അടുക്കൽ നിർത്തിയിട്ട് സൂചി കൊണ്ട് അവൻ്റെ കാത് കുത്തി തുളയ്ക്കണം. പിന്നെ അവൻ എന്നേക്കും അവന് ദാസനായിരിക്കണം. ആമേൻ. ഹല്ലേലൂയ. പ്രിയരേ, ഇന്നത്തെ ഈ തിരുവചന ഭാഗത്തിൽ ദൈവം മോശയിലൂടെ ജനങ്ങൾക്ക് നിയമങ്ങൾ നൽകുന്നതാണ് നാം കാണുന്നത്. ഒരു ദാസനെ എങ്ങനെ മാന്യമായി അവനെ പരിഗണിക്കണം എന്നതിനെ കുറിച്ചാണ് ഈ തിരുവചന ഭാഗം പ്രധാനമായും സംസാരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ അടിമത്തം അത് ഒരു സാധാരണമായിരുന്നു. ദൈവം മനുഷ്യരുടെ മാന്യതയും സ്വാതന്ത്ര്യവും വിലമതിക്കുന്ന ദൈവമാണെന്ന് ഈ തിരുവചന ഭാഗത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നു. 6 വർഷം സേവിച്ച ദാസന് 7-ാം വർഷത്തിൽ സ്വതന്ത്രനായി പോകുവാൻ അനുമതി നൽകണമെന്ന് ദൈവം ഇവിടെ കൽപ്പിക്കുകയാണ്. ഇതിലൂടെ ദൈവം പറയുന്നത് എന്താണ്? മനുഷ്യനെ ശാശ്വത ബന്ധത്തിൽ അടച്ചിടുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. വിടുതലും കരുണയും ദൈവഹൃദയത്തിൻ്റെ ഭാഗമാണ്, പ്രിയ ദൈവമക്കളെ. പക്ഷേ ഈ ഭാഗത്തിൽ മറ്റൊരു അത്ഭുതകരമായ കാര്യം നാം കാണുന്നുണ്ട്. ദാസൻ തൻ്റെ യജമാനനെയും കുടുംബത്തെയും സ്നേഹിക്കുന്നതിനാൽ അവരോടൊപ്പം തുടരുവാൻ തീരുമാനിക്കുമ്പോൾ അത് നിർബന്ധം കൊണ്ടല്ല,
അത് സ്നേഹം കൊണ്ടാണ്. ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിലും വളരെ വളരെ വലിയ ഒരു സന്ദേശമാണ്. ദൈവത്തെ നാം ഭയത്താലല്ല, സ്നേഹത്താൽ അനുഗമിക്കണം. പ്രിയ ദൈവമക്കളെ, യേശുക്രിസ്തു നമ്മെ ബലമായി പിടിച്ചിരിക്കുന്ന കർത്താവല്ല, നമ്മെ സ്നേഹത്തോടെ മാടി വിളിക്കുന്ന ഒരു രക്ഷകനാണ്. അവന്റെ സ്നേഹം മനസ്സിലാക്കുന്ന ഒരാൾ സ്വമേധയാ അവനോടൊപ്പം നടക്കുവാൻ ആഗ്രഹിക്കും. ഇന്നത്തെ ജീവിതത്തിലും പലരും പലവിധ ബന്ധനങ്ങളിൽ കഴിയും. ഭയം, നിരാശ, കടം, രോഗം, മാനസിക സമ്മർദ്ദം, പാപം. എന്നാൽ ദൈവം ഇന്നും നമ്മോട് പറയുന്നു, ഞാൻ നിന്നെ വിടുവിക്കുവാൻ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു പുതുക്കപ്പെട്ട സമർപ്പണം നടത്താം. പ്രിയ ദൈവമക്കളെ, സ്നേഹത്തോടെ ദൈവത്തെ അനുഗമിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് നമുക്കിന്നേ ദിവസം പ്രവേശിക്കാം. നമുക്ക് നമ്മുടെ തലകൾ ദൈവം മുൻപാകെ വണങ്ങാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമക്കളെ, കരുണാനിധിയായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഇന്നത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിനായി ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. ബന്ധനങ്ങളിൽ കഴിയുന്ന ഏവർക്കും തമ്പുരാനെ അവിടുന്ന് വിടുതൽ നൽകണമേ. ഭയപ്പെടുന്നവർക്ക് ധൈര്യം നൽകണമേ. നിരാശയിലായിരിക്കുന്നവർക്ക് പ്രത്യാശ നൽകണമേ. രോഗികളായവർക്ക് സൗഖ്യം നൽകണമേ. ഞങ്ങളുടെ ജീവിതം സ്നേഹത്തോടെ നിന്നെ അനുഗമിക്കുന്നതാകട്ടെ. സ്വാർത്ഥതയും പാപവും വിട്ട് വിശുദ്ധിയിൽ നടക്കുവാൻ തമ്പുരാനെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഈ സന്ദേശം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഓരോ കുടുംബങ്ങളെയും തമ്പുരാനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ വീടുകളിൽ സമാധാനവും സന്തോഷവും നിറയട്ടെ. ഇന്നത്തെ ദിവസം മുഴുവനും ഞങ്ങളോട് കൂടെ നിന്റെ കൃപയും സാന്നിധ്യവും ഉണ്ടായിരിക്കുമാറാകണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.